ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണീസ് പുണ്യവാനേ. ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണീസ് പുണ്യവാനേ. ആകുലവേളയിൽ അത്ഭുത ചെയ്തിയ പത്താണിയാകുപോലെ. ആകുലവേളയിൽ അത്ഭുത ചെയ്തിയ പത്താണിയാകുപോലെ. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി നല്ലൊരു ദിശാബോധത്തിനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയോടുകൂടി സ്വാഗതം ചെയ്യാണ്. പ്രത്യേകിച്ച് ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ആളുകളെയും ജന്മദിനം ആഘോഷിക്കുന്ന ആളുകളെയും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം ഒരുപാട് അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 55-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. സങ്കീർത്തന പുസ്തകം 55-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാന്മാർ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാന്മാർ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കില്ല. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ജീവിതത്തിൽ ഒരുപാട് പരിശ്രമിച്ചിട്ടും ഒരു ദിശാബോധം കിട്ടാതെ കടലിൽ ഒഴുകി നടക്കുന്ന തോണി പോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ അലയുന്ന കുറേ ആളുകളുണ്ട്. കുറേ കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചു, പക്ഷെ അതൊന്നും നേരെയായില്ല. ജീവിതത്തിൽ ഒരു ദിശാബോധമില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചിലരൊക്കെ ജീവിതത്തിൽ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ ആകുലപ്പെടുന്ന കുറേ മനുഷ്യരുണ്ട്. ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന എല്ലാ ആളുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചിലരപ്പം ഒരു ജീവിതത്തിൽ അവ്യക്തമായ ജീവിതാനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. അവ്യക്തമായ ജീവിതാനുഭവത്തിൽ കടന്നു പോകുന്ന ആൾക്കാരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിലെല്ലാം ദൈവത്തിനൊരു ഹിതമറിയുവാൻ വിശുദ്ധ അന്തോണീസിനെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ നല്ലൊരു സ്ഥലത്ത്, നല്ലൊരു ദേശത്ത് എത്തിക്കാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമുണ്ട്. മൊറോക്കോ ദ്വീപിലേക്ക് പ്രസംഗിക്കുവാനായി വിശുദ്ധ അന്തോണീസ് യാത്ര തിരിച്ചു. കടലിൽ കൂടി യാത്ര ചെയ്തപ്പോൾ ശക്തമായ കാറ്റും തിരമാലകളും ഉണ്ടായി. അതിന് ഫലമായി പെട്ടെന്ന് അദ്ദേഹത്തിന് രോഗങ്ങൾ പിടിപെട്ടു. അദ്ദേഹം തീരുമാനിച്ചെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോയേക്കാം. പക്ഷേ തിരിച്ചു പോകുന്ന വഴിയിൽ വീണ്ടും കാറ്റ് എതിർദിശയിൽ അടിക്കുവാൻ വേണ്ടി തുടങ്ങി. ആ കപ്പലിനെ ആ കാറ്റ് നിയന്ത്രിച്ച് ഇറ്റലിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചത് വിശുദ്ധ അന്തോണീസ് എന്ന് പറയുന്ന പുണ്യാളൻ്റെ ജീവിതങ്ങളും പ്രസംഗങ്ങളും ത്യാഗജീവിതമൊക്കെ ആരംഭിക്കുകയായിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഞ്ചരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥമെന്ന് പറയാം, ദൈവം നമ്മളെ കൈവിട്ടെന്നല്ല, മറിച്ച് ദൈവം നമ്മളെ വേറൊരു പദ്ധതിക്ക് വേണ്ടി, വേറൊരു വഴി, ദൈവികമായ വഴിക്ക് വേണ്ടി നമ്മളെ ഒരുക്കുകയാണെന്ന് അർത്ഥം. സ്നേഹം നിറഞ്ഞവരെ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ എല്ലാ ജീവിതത്തിന് ദൃശ്യബോധം നഷ്ടപ്പെട്ടു പോയ എല്ലാ ആളുകളെയും സമർപ്പിച്ച് പഠനം കഴിഞ്ഞു, BEdും മറ്റും എല്ലാം കുറേ കോഴ്സുകളൊക്കെ ചെയ്തു, MTech ചെയ്തു, BTech ചെയ്തു, ഒരുപാട് കോഴ്സുകൾ ചെയ്തു. പക്ഷേ ഒരു ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുക. അങ്ങനെ ദിശാബോധം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ എല്ലാ ജോലികളും ചെയ്ത് പെട്ടെന്ന് ഒരു നിമിഷം ഇനി ജോലിക്കൊന്നും പോകണ്ട എന്ന് ജീവിതത്തിലേക്കും മനസ്സിലേക്കൊക്കെ ആകുലതകൾ കയറിയെന്ന വിഷാദങ്ങൾ കയറിയെന്ന മനുഷ്യരെ സമർപ്പിച്ച് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ
ഈശോ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഭവനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വന്തമായി നിങ്ങൾ അധ്വാനിച്ച ഒരു ഭവനം, ഒരു കാര്യത്തിന് വേണ്ടി പൈസ നിങ്ങൾ ചെലവഴിച്ചപ്പോൾ ആ ഭവനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഭവനത്തിന് വേണ്ടി, സ്ഥലത്തിന് വേണ്ടി ആത്മാർത്ഥമായ ദൈവം നല്ലൊരു വഴി നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു തരട്ടെ. അതോടൊപ്പം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ കുറേ സ്ഥാനങ്ങളും നല്ല സൽപ്പേരുകളൊക്കെ ഉണ്ട്. അതെല്ലാം വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതെല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. ചില ആളുകൾക്ക് അവരുടെ കുറേ വിലപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടുകൊണ്ട്, പാസ്പോർട്ടുകൾ, ചില സർട്ടിഫിക്കറ്റ്, പഠന മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥല സർട്ടിഫിക്കറ്റുകൾ, ചിലപ്പോൾ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ, വണ്ടിയുടെ RC, വിലപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ പണ ഇടപാടുകളിൽ അവർ മറ്റുള്ളവരുടെ കൈകളിൽ ആയപ്പെട്ടിട്ടുണ്ട്. അതിനെല്ലാം സമർപ്പിച്ച് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ്, ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം, നഷ്ടപ്പെട്ടു പോയ സമയം, നഷ്ടപ്പെട്ടു പോയ സ്ഥാനങ്ങൾ, നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളെല്ലാം വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു തരാം. നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ മൂലം നിങ്ങൾ ഒരുപാട് ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവിൻ്റെ ഒരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കട്ടെ. ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് പുതിയ ദിശാബോധം തന്ന് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പുതിയ പഠന മേഖലകൾ തന്ന് നിങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചകളിൽ പരീക്ഷ എഴുതുവാൻ പോകുന്ന, ഇൻ്റർവ്യൂവിന് പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ആ ഇൻ്റർവ്യൂയുടെ സമയത്ത്, പരീക്ഷയുടെ സമയത്ത് ഈ വിശുദ്ധൻ്റെ പ്രത്യേകമായ മാതൃശക്തി നിങ്ങളോടുകൂടി ഉണ്ടായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ബുദ്ധിയെയും നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ കഴിവുകളെയും പ്രചോദിപ്പിച്ച് നല്ല രീതിയിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കുവാനുള്ള ഒരു അവസരം തന്ന് ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദൈവം ശക്തിപ്പെടുത്തി വിജയം വരിക്കുന്ന ദൈവമായ കർത്താവ് നിങ്ങളുടെ വലത് കൈ പിടിച്ചിരിക്കുന്ന അനുഭവത്തിലൂടെ ദൈവം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ആത്മാർത്ഥമായി നമുക്കെല്ലാവർക്കും വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഉണ്ണീശോയുടെ സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, എനിക്ക് എൻ്റെ മക്കൾക്ക് ജീവിതത്തിൽ ദിശാബോധം നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമയത്ത് പ്രാർത്ഥനയോടെ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം അറിയുവാനും അതനുസരിച്ച് നല്ല പഠന മേഖല തിരിച്ചറിയുവാനും എന്നെ സഹായിക്കണമേ. നമുക്കെല്ലാവർക്കും മൗനമായി നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളും കോട്ടങ്ങളും എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു ദിശാബോധവും കിട്ടാതെ കടലിൽ ഒഴുകി നടക്കുന്ന വഞ്ചി പോലെ ആയിരിക്കാം നമ്മുടെ ജീവിതം. ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനൊരു ക്രമീകരണം വരുത്തുമെന്ന ഉറച്ച ബോധ്യത്തോടുകൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ല രാജ്യങ്ങളും നല്ല കോഴ്സുകളും തന്ന് എന്നെ സഹായിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അങ്ങേ മധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. ആമേൻ. സ്നേഹം നിറഞ്ഞവരെല്ലാവർക്കും നല്ലൊരു സായങ്കാലവും രാത്രിയും നേരുകയാണ്. ദൈവം നിങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. നിങ്ങളെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്നും, കാലുകളെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിന് ദൈവം സംരക്ഷിക്കട്ടെ. നാളെ രാവിലെ 5:30 ഡെയിലി ബ്ലെസ്സിങ് നമുക്കെല്ലാവർക്കും കണ്ടുമുട്ടാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.